വാപ്പ മരിച്ചവര് കൈപൊക്കി. കണ്ടോ കണ്ടോ കണ്ടോ? വാപ്പയാണ് സംഭവം. നമ്മൾ ഉമ്മായെ കുറിച്ച് ഇങ്ങനെ വാതു പറയും, സംഭവമൊക്കെ ശരിയാണ്. ഉമ്മാടെ ഒരു ചെറിയ പൊരുത്തക്കേട് മതി മോന് നരകം കിട്ടാനൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ എല്ലാ സദസ്സിലും അങ്ങനെ തന്നെ. മരിച്ചവര് കൈ ഉയർത്താൻ പറഞ്ഞാൽ കുറച്ചുണ്ടാവുള്ളൂ. വാപ്പ മരിച്ചവര് കൈ ഉയർത്താൻ പറഞ്ഞാല് ചിലപ്പോ സദസ്സ് മുഴുവനുണ്ടാവും. വാപ്പ എന്ന് പറയുന്നത് ഒരു വലിയ പടുവൃക്ഷമാണ്, ഒരു വലിയ തണൽ മരമാണ് ഒരു കുടുംബത്തിൽ. എന്തൊക്കെയാണ് വാപ്പ ചെയ്യാൻ നമുക്ക് വേണ്ടി? നമ്മുടെ ഉമ്മ ഉൾപ്പെടെ ആ വീടിനെ മുഴുവനും കൈക്കുമ്പിടിലാക്കി കൊണ്ട് നടന്നു, ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ. ഉമ്മ മക്കളെ നോക്കണമെങ്കിൽ വാപ്പ വേണം. ഉമ്മ മക്കളെ നോക്കണമെങ്കിൽ വാപ്പ വേണം. ഉമ്മ സന്തോഷിച്ച രീതിയിൽ മക്കളുമായി ജീവിക്കണമെങ്കിൽ വാപ്പ വേണം. വാപ്പ വീണ മുഴുവനും പിന്നാലെ തകർന്ന് വീഴും. വാപ്പ അവിടെ വണ്ടിയാണ് സ്പീഡിന് ഓടുന്നത്, മടത് പതുക്കാണ് പോവാ, ടയറ് പതിയെ തേയുള്ളൂ. പാപ്പാടത് പെട്ടെന്ന് ഇങ്ങനെ, കാരണം അതിങ്ങനെ പൊരിവെയിലെത്തും, കല്ലിലും ഉള്ളിലും കട്ടറിലും വേദനിച്ചാലും വേദന അറിയാതെ വീണ്ടും ആ വണ്ടി ഇങ്ങനെ വാപ്പച്ച് ഓടിക്കും.